കോണ്ടാക്ട് ലെൻസ് ഒരു ടെമ്പററി സൊല്യൂഷനാണ്. കണ്ണിൻ്റെ വളർച്ച പൂർണ്ണമാകാത്തത് കൊണ്ട് പവർ മാറിക്കൊണ്ടിരിക്കും, പവർ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലാസിക് ആണെങ്കിലും ICL ആണെങ്കിലും നമ്മൾ യൂഷ്വലി അവരുടെ റിഫ്രാക്റ്റീവ് എറർ സ്റ്റേബിളായി കഴിഞ്ഞിട്ടാണ് നമ്മളത് കറക്റ്റ് ചെയ്യാവുക. ഹലോ സർ. ഹായ് ജോസ്ന. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സർ. എൻ്റെ ഒരു കസിൻ എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്നു. അവളപ്പോൾ കുറേ നാളായിട്ട് കോൺടാക്ട് ലെൻസ് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് അതൊരു ഡിസ്റ്റർബൻസായി മാറിയേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഒരു ഫിലിമിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുക, ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എനിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് അവൾ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് എന്താ സർ ഒരു സൊല്യൂഷൻ എന്ന് പറയാനായിട്ട്? കേട്ടത് അവൾക്ക് ഷോർട്ട് സൈറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൾക്ക് നല്ല കട്ടിയുള്ള പവറാണ് അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ അത്യാവശ്യം ഹൈ പവർ ഉള്ള ഒരാളാണ് കുഞ്ഞുനാളെ മുതൽ. അവളുടെ പവർ എത്രയാണ്? അവളുടെ പവർ എന്ന് പറയുന്നത് ഒരു 12 ആണ് അവളുടെ പവർ എന്ന് പറയുന്നത് ബോത്ത് വോയിസിൽ. ഓക്കെ, ഇതൊരു ഹൈ പവർ ഹൈ ഷോർട്ട് സൈറ്റ് ഉള്ള കേസാണ്. അങ്ങനെയുള്ള കേസിൽ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എയ്തർ കോണ്ടാക്ട് ലെൻസ് വെക്കാം. കോണ്ടാക്ട് ലെൻസ് ഒരു ടെമ്പററി സൊല്യൂഷനാണ്. നമ്മൾ ആവശ്യത്തിനൊക്കെ വെക്കുക, പിന്നെ എല്ലാ ദിവസവും വെച്ചെടുത്ത് മാറ്റുക. അതാണ് ആദ്യം പറഞ്ഞത്. അത് കോണ്ടാക്ട് ലെൻസും ഗ്ലാസ്സും അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് ലാസിക് അല്ലെങ്കിൽ ICL ആണ്. പക്ഷേ ലാസിക് ഈ -12 അങ്ങനത്തെ ഒരു 8 മുകളിലുള്ള പവർ ആകുമ്പോൾ നമുക്ക് ലാസിക്കിന് സ്യൂട്ടബിൾ ആവില്ല. കാരണം അവരുടെ കോർണിയ തിന്നായിരിക്കും. അത്രയും പവർ നമുക്ക് ലാസിക് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ICL സർജറി എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ICL നമുക്ക് എത്ര പവർ വരെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ICL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഇംപ്ലാന്റബിൾ കൊളാമർ ലെൻസ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അതൊരു നമ്മൾ കണ്ണിൻ്റെ മുകളിൽ വെക്കുന്ന കോണ്ടാക്ട് ലെൻസ് പോലത്തെ വളരെ നേർത്ത ഒരു ലെൻസാണ്. അത് നമ്മൾ കണ്ണിനകത്ത് ഒരു സർജറിയിലൂടെ ഇംപ്ലാന്റ് ചെയ്യുകയാണ്. അത് അവൈലബിൾ പവർ ഒരു -2 മുതൽ -20 വരെയെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈവൻ +2 അതുപോലെ തന്നെ +2 മുതൽ +20 വരെയുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ് നമുക്ക് ICL കൊണ്ട് കറക്റ്റ് ചെയ്യാം. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു ഏജിലാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ്? ശരിക്കും ഇതുപോലത്തെ റിഫ്രാക്റ്റീവ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ ലാസിക് ആണെങ്കിലും ICL ആണെങ്കിലും നമ്മൾ യൂഷ്വലി അവരുടെ റിഫ്രാക്റ്റീവ് എറർ സ്റ്റേബിളായി കഴിഞ്ഞിട്ടാണ് നമ്മളത് കറക്റ്റ് ചെയ്യാവുക. ഈ റിഫ്രാക്റ്റീവ് എറർ സ്റ്റേബിൾ ആവുകയെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 18, 19, 20 വയസ്സ് വരെ ഇവരുടെ കണ്ണിലെ പവർ കൂടിക്കൊണ്ടിരിക്കും. കാരണം കണ്ണിൻ്റെ വളർച്ച പൂർണ്ണമാകാത്തത് കൊണ്ട് പവർ മാറിക്കൊണ്ടിരിക്കും, പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ യൂഷ്വലി ഒരു 18 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്കും ആ പവർ സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ഒരു 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇതൊരു സേഫ് ആയിട്ടുള്ള സർജറി ആണോ? ഇതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും? ICL സർജറി വളരെ സേഫും വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ. 10 മിനിറ്റ്സ് പ്രൊസീജിയർ. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ 10 മിനിറ്റ്സ് ആണ്. അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. അതിൽ ഈ പറയുന്ന ഒരു ചെറിയൊരു ഇൻസിഷനിലൂടെ നമ്മുടെ കോർണിയയിൽ ഉണ്ടാകുന്ന ഇൻസിഷനിലൂടെ ഈ ICL എന്ന് പറഞ്ഞ ലെൻസ് നമ്മുടെ കണ്ണിന് ഉള്ളിലൊരു ഐറിസ് എന്ന് പറഞ്ഞ ഒരു ഡയഫ്രം ഉണ്ട്, പിന്നെ നമ്മുടെ നാച്ചുറൽ ലെൻസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്പേസിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഇത് ഇംപ്ലാന്റ് ചെയ്യുക എത്ര മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഇൻസിഷനോ അതിൽ സ്യൂച്ചറോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒന്നും ആവശ്യമില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ ഇവർക്ക് ഈ പേഴ്സണ് നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ഇതെന്തായാലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ തന്നെയാണ് അല്ലേ? ഈ നല്ല കട്ടിയുള്ള കണ്ണട യൂസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ICL എന്ന് പറയുന്നത്. അതെ, ഇതൊരു പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷനാണ്. കാരണം ഇതൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പവർ അത് അവിടെ തന്നെ ഇരിക്കും. അത് ഒരു ഇനർട്ട് മെറ്റീരിയലാണ്, കണ്ണിനകത്ത് ഇരിക്കും, ഗ്ലാസിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ലേറ്റർ സ്റ്റേജിൽ ഇതൊരു റിവേഴ്സിബിളാണ്, പെർമനൻറ്റുമാണ്, റിവേഴ്സിബിൾ ഇൻ ദ സെൻസ് എന്തെങ്കിലും അത് നമുക്ക് എടുത്തു മാറ്റേണ്ട വന്നാൽ അത് ഇതേപോലെ തന്നെ സിമ്പിളായ ഒരു പ്രൊസീജിയറിലൂടെ അത് നമുക്ക് എടുത്തു മാറ്റുകയും ചെയ്യാം നോർമലി. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് കാറ്ററാക്ട് വരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കാറ്ററാക്ട് വരുമ്പോൾ അത് ഈ ICL മുന്നേ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ? കാറ്ററാക്ട് വരുമ്പോൾ ICL ഉള്ളത് കൊണ്ട് യാതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു റിവേഴ്സിബിൾ പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ കാറ്ററാക്ട് വരുമ്പോൾ അത് യൂഷ്വലി 50+ വരിക. 50 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് കാറ്ററാക്ട് വരിക. നമ്മൾ യൂഷ്വലി ICL വയ്ക്കുന്ന ഒരു അറൗണ്ട് 20 ഇയേഴ്സിലുള്ള ആൾക്കാർ 20, 22, 23, 20s അപ്പോൾ അവർക്ക് 30, 40 ഒരു 30 ഇയേഴ്സോളം അവർക്ക് ഗ്ലാസോ കോണ്ടാക്ട് ലെൻസ് ഒന്നും ഇല്ലാതെ വളരെ സ്പെക്ടക്കിൾ ഫ്രീ ആയിട്ട് എത്ര ഈ അപ് ടു 20 ഡയോപ്റ്ററൊക്കെ ഉള്ളവർക്കും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ വിഷൻ കിട്ടും.
ഈ കാറ്ററാക്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്ററാക്റ്റിനെ നമ്മളൊരു ഇൻസിഷൻ ഇട്ടിട്ട് കണ്ണിനകത്തുള്ള നാച്ചുറൽ ലെൻസാണ് ക്ലൗഡി ആവുന്നത്. അത് സർജറി ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് കണ്ണിനകത്തൊരു ഇൻട്രാ ഓക്കുലർ ലെൻസ് IOL എന്ന് പറഞ്ഞ സാധനമാണ് ഇംപ്ലാന്റ് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ഈ ICL ആ സർജറി തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്പ് കൂടുതൽ ചെയ്യണമെന്നുള്ളൂ. ഈ ICL നമ്മൾ റിമൂവ് ചെയ്ത് പിന്നെ കാറ്ററാക്ട് ചെയ്ത് IOL വയ്ക്കും. അത് നമുക്ക് ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഈ കാറ്ററാക്ട് വന്ന എല്ലാം ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ചെയ്യാം. അത് രണ്ട് കണ്ണും കൂടെ ഒറ്റ സിറ്റിങ് യൂഷ്വലി ചെയ്യില്ല. ഒരു കണ്ണ് ഇന്ന് ചെയ്താൽ ഒരു 2 days 3 days കഴിഞ്ഞാൽ മറ്റേ കണ്ണ് നമുക്ക് ചെയ്യാം. ഇപ്പൊ ആഫ്റ്റർ ICLന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു റുട്ടീൻ ICL മാത്രമല്ല ഏത് കണ്ണിലും എന്ത് സർജറി ആണെങ്കിലും ഒരു 3-4 days നമ്മളൊരു maybe 4 days 5 days തല നനയ്ക്കരുത്, കണ്ണ് നനയരുത്, കണ്ണ് തിരുമ്മരുത്, റബ്ബ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അതല്ലാതെ ഒരു 1 week കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നുമില്ല. റുട്ടീൻ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഈ പറഞ്ഞ ഷൂട്ട് അതുപോലത്തെ സാധനമൊക്കെ ഒരു 1 week കഴിഞ്ഞാൽ എല്ലാം ചെയ്യാവുന്നതാണ്. അതിൽ ഈ കമ്പ്യൂട്ടർ അതുപോലത്തെ സ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത് 3-4 days കഴിഞ്ഞാൽ ചെയ്യാം. എല്ലാം നോർമലായിട്ട് ചെയ്യാം.